വാഗ്ദാനങ്ങൾ പലതുണ്ടായിട്ടും ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് തൊടുപുഴ നഗരം. ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഫ്ലൈ ഓവറുകൾ ഇപ്പോഴും കടലാസിലൊതുങ്ങുമ്പോൾ ജനങ്ങളുടെ യാത്രാ നരകം അനുദിനം വർദ്ധിക്കുകയാണ്. അധികാരമേറ്റ പുതിയ സംസ്ഥാന സർക്കാരും പുതിയ MLAയും ഈ ചക്രവ്യൂഹത്തിന് അറുതി വരുത്തുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. വികസനത്തിന്റെ പെരുമ്പറ മുഴക്കുമ്പോഴും തൊടുപുഴയുടെ ഹൃദയമിടിപ്പ് നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കിൽ തടസ്സപ്പെടുകയാണ്. KSRTC ജംഗ്ഷൻ മുതൽ ബംഗളൂർ കവല വരെ നീളുന്ന വാഹനങ്ങളുടെ കിലോമീറ്ററുകളോളമുള്ള ക്യൂ നിത്യസംഭവമാണ്. മുൻ UDF സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി ഫ്ലൈ ഓവർ പ്രഖ്യാപിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കാൽനട യാത്രക്കാർക്ക് മാഞ്ഞുപോയ സീബ്ര ലൈനുകളിലൂടെ ജീവൻ പണയം വെച്ച റോഡ് മുറിച്ചു കിടക്കേണ്ടി വരുന്നതാണ് സാഹചര്യം. റോഡരികിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുവാൻ നഗരസഭയോ പോലീസോ കാര്യമായി നടപടികൾ സ്വീകരിക്കുന്നുമില്ല. പ്രധാനപ്പെട്ട ജംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഷാപ്പുംപടി, വെങ്ങല്ലൂർ ജംഗ്ഷന്, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നത് നമ്മുടെ ഇവിടെയാണ്, നമ്മുടെ KSRTC ജംഗ്ഷനാണ്. KSRTC ജംഗ്ഷനിൽ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഗാന്ധി സ്ക്വയർ മുതൽ നമ്മുടെ മാരിക്കലിംഗ് ഭാഗം വരെ എന്നും നമ്മുടെ ഇടുക്കി മെയിൻ റോഡ് FH റോഡ് മെയിനായിട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. ഇതുവരെ ഒരു ശാശ്വതമായ ഒരു നടപടി എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഒരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. പുതിയ ബസ് ടെർമിനൽ പ്രവർത്തനം തുടങ്ങിയതോടെ KSRTC ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് ഇരട്ടിയായി. മുപ്പിൻകടവ് റോഡിൽ നിന്നും കോതായിക്കുന്ന ബൈപ്പാസിലേക്ക് നീളുന്ന ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാതെ ഈ ശ്വാസം മുട്ടലിന് പരിഹാരമുണ്ടാവില്ല. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ ഏറ്റവും വലിയ പട്ടണം തൊടുപുഴ. ഒരുപാട് യാത്രക്കാർ വന്നെത്തുന്ന ആയിരക്കണക്കിന് വണ്ടികൾ ഓരോ നിമിഷം വന്നെത്തുന്ന വലിയ പട്ടണം. ഈ പട്ടണത്തിൽ നിന്ന് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനോ ചില സമയത്ത് ഉള്ളിലേക്ക് വരാനോ അവരെ മാർഗ്ഗമില്ലാത്ത ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കുന്ന ഇടുക്കി ജംഗ്ഷൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് KSRTC ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി അവിടെ ജാമാവുകയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡിലേക്ക് പോകുന്നത് 2 സ്റ്റാൻഡിലേക്ക് പോകുന്നു, ഇടുക്കിക്ക് മൂലാറ്റം പോകുന്നു, തിരിച്ചു ഇങ്ങോട്ടും ഗാന്ധി സ്ക്വയർ മുതൽ മിക്ക സമയത്തും 10 മിനിറ്റ് 15 മിനിറ്റിനധികം വണ്ടി അവിടെ പാസ് ചെയ്ത് പോകുന്നൊരു സമയം എടുക്കുന്നു. അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നതിന് രോഗികൾക്ക് കടന്നു പോകാൻ പറ്റേണ്ടി വരുന്നു. ഫുട്പാത്തൊക്കെ കയ്യേറി കിടക്കുന്ന കച്ചവടക്കാർ അതിന് തടസ്സമാകുന്നു. പുതിയ ഭരണമേൽക്കുന്നവർ ഒന്നു മാത്രം ഓർക്കുക, തൊടുപുഴയ്ക്ക് ഇനി വേണ്ടത് പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് ഈ ട്രാഫിക് നരകത്തിൽ നിന്നുള്ള ശാശ്വതമായ മോചനമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, തൊടുപുഴ.